നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മൾ 50 ഹോട്ട് ടോപ്പിക്സിന്റെ 5ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എടുക്കുന്ന 5ാമത്തെ ഹോട്ട് ടോപ്പിക്സ് ചമ്പാരൻ സത്യാഗ്രഹം, ഗേദാ സമരം, അഹമ്മദാബാദ് സമരം, ഖിലാഫത്ത് പ്രസ്ഥാനം, നിസ്സഹന സമരം, ചൗരി ചൗര സംഭവം. ഈ 6 സമരങ്ങളെ കുറിച്ചിട്ടാണ്. ഇതിൽ തന്നെ റൗലറ്റ് നിയമം ഒക്കെ വരുന്നുണ്ട്. നമ്മൾ പുതിയ SSCRT-യിലും ഇതിനെ കുറിച്ചിട്ട് എന്തൊക്കെ കൊടുത്തിട്ടുണ്ടോ അതെല്ലാം ഇതിൽ നോട്ട്സ് ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് കടക്കാം. നമുക്ക് ആദ്യം ചമ്പാരൻ സത്യാഗ്രഹത്തെ കുറിച്ചിട്ട് ഒന്ന് നോക്കാം കേട്ടോ. ചമ്പാരൻ സത്യാഗ്രഹത്തെ കുറിച്ച് പഠിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും പറയാൻ പോകുന്ന കാര്യങ്ങൾ മുഴുവൻ പ്രീവിയസ് ചോദ്യങ്ങൾ, മുഴുവൻ ചോദ്യങ്ങളും പ്രീവിയസ് ആണ് കേട്ടോ. അപ്പൊ SSCRT കൂടി നമുക്ക് പഠിക്കുമ്പോൾ പൂർണ്ണമാകും. അപ്പൊ ചമ്പാരൻ സത്യാഗ്രഹം എന്ന് പറയുന്നത് 1917 ആരംഭിക്കുന്നത്. ഈ ചമ്പാരൻ എന്ന് പറയുന്നത് ബീഹാറിലെ ഒരു സ്ഥലമാണ്. ചമ്പാരൻ എന്ന് പറയുന്നത് നീലം കർഷകരുടെ പ്രശ്നങ്ങളായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹത്തിലേക്ക് നയിക്കാനുണ്ടായ കാരണം. അതേപോലെ ഇതിൽ പഠിക്കാനുള്ളതിൽ നമുക്ക് പ്രീവിയസ് ആയിട്ട് ഒരുപാട് പ്രാവശ്യം ചോദിച്ച ചോദ്യമാണ്, നമ്മുടെ ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹം ഏത്? ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹം ഏത് എന്ന് ചോദിച്ചാൽ അത് ചമ്പാരൻ സത്യാഗ്രഹമാണ്. ഈ നീലം കർഷകരുടെ കഷ്ടപ്പാടുകളെ കുറിച്ചിട്ട് ഗാന്ധിജിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഗാന്ധിജി ഇപ്പൊ നേരിട്ട് അറിയാൻ വഴിയില്ല അല്ലെ, ഗാന്ധിജിയുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. ആ നീലം കർഷകരുടെ പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് രാജ്കുമാർ ശുക്ലയാണ് കേട്ടോ. രാജ്കുമാർ ശുക്ലയാണ് നീലം കർഷകരുടെ പ്രശ്നങ്ങളെ കുറിച്ചിട്ട് ഗാന്ധിജിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. എന്നാൽ 1916 തന്നെ, 17 ചമ്പാരൻ സത്യാഗ്രഹം ആരംഭിക്കുന്നത്. 1916 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ, അതായത് ലക്നൗ സമ്മേളനത്തില് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം നീലം കർഷകരോടുകൊണ്ട് സഹതാപം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു പ്രമേയം അവതരിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് ബ്രിജ് ബാബു കിഷോർ പ്രസാദ് ആണ് കേട്ടോ. ബ്രിജ് ബാബു കിഷോർ പ്രസാദ് ആണ് എന്ത് ചെയ്തത്? 1916 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലക്നൗ സമ്മേളനത്തില് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ഒരു പ്രമേയം അവതരിപ്പിച്ചത് ബ്രിജ് ബാബു കിഷോർ പ്രസാദ് ആണ് കേട്ടോ. അതായത് നീലം തോട്ടങ്ങളില് ജോലി ചെയ്തിട്ടുണ്ടായിരുന്ന കർഷകരെ ഈ പാശ്ചാത്യർ പറയുമ്പോൾ ഇംഗ്ലീഷുകാര് ചൂഷണം ചെയ്യുന്നതിനെതിരെ നടന്ന ഒരു പ്രക്ഷോഭമാണ് ചമ്പാരൻ എന്ന് പറയുന്നത് കേട്ടോ. ചമ്പാരൻ സത്യാഗ്രഹത്തെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ 1917 ചമ്പാരൻ സത്യാഗ്രഹം ആരംഭിക്കുന്നത്. ചമ്പാരൻ എന്ന് പറയുന്നത് ബീഹാറിലെ ഒരു സ്ഥലമാണ്. നീലം കർഷകരുടെ പ്രശ്നങ്ങളെ കുറിച്ചിട്ട് കഷ്ടപ്പാടുകളൊക്കെ മനസ്സിലാക്കി അവിടുത്തെ പ്രാദേശിക നേതാവായിരുന്ന രാജ്കുമാർ ശുക്ലയാണ് ഗാന്ധിജിയുടെ ശ്രദ്ധയിൽ പെടുത്തുകയും 1916 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലക്നൗ സമ്മേളനത്തിൽ ബ്രിജ് ബാബു കിഷോർ പ്രസാദിനോട് ഗാന്ധിജി ഒരു പ്രമേയം അവതരിപ്പിക്കാൻ പറയുകയും ചെയ്യുന്നത്. നമ്മുടെ ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹമാണ് ഏത്? ചമ്പാരൻ സത്യാഗ്രഹം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഈ തിങ്കതിയ സമ്പ്രദായം ഏതുമായി ബന്ധപ്പെട്ടത് എന്ന് ചോദിച്ചാൽ അത് ചമ്പാരനുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. തിങ്കതിയ സമ്പ്രദായം കേട്ടോ. തിങ്കതിയ സമ്പ്രദായം ഏതുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ചോദിച്ചാൽ അത് ചമ്പാരൻ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ് തിങ്കതിയ സമ്പ്രദായം. എന്താണ് തിങ്കതിയ സമ്പ്രദായം? എന്താണ് തിങ്കതിയ സമ്പ്രദായം എന്ന് പറയുന്നത്? അതായത് ഇപ്പൊ കർഷകരുണ്ടല്ലോ, ഈ കർഷകരുടെ കൈവശം ഭൂമി ഉണ്ടാവും അല്ലെ. അതായത് ഈ കർഷകരുടെ സ്വന്തം ഭൂമിയുടെ 3 ഭാഗം ആർക്ക് കൊടുക്കണം? ഭൂ ഉടമകൾക്ക് നീലം കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് നിർബന്ധിതമാകുന്ന വ്യവസ്ഥയാണ് തിങ്കതിയ സമ്പ്രദായം എന്ന് പറയുന്നത്. എന്താണ് തിങ്കതിയ സമ്പ്രദായം? ചമ്പാരൻ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ്. ഇതിൽ എന്താണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ കർഷകർ സ്വന്തം ഭൂമിയുടെ 3 ഭാഗവും ഭൂ ഉടമകൾക്ക് വേണ്ടിയിട്ട് നീലം കൃഷി ചെയ്യാൻ നിർബന്ധിതമാകുന്ന വ്യവസ്ഥയാണ് തിങ്കതിയ സമ്പ്രദായം എന്ന് പറയുന്നത് കേട്ടോ. ഇനി ചമ്പാരൻ സത്യാഗ്രഹത്തെ കുറിച്ചിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മീഷനെ നിയമിച്ചിട്ടുണ്ടായിരുന്നു. ചമ്പാരൻ സത്യാഗ്രഹത്തെ കുറിച്ചിട്ട് പഠിക്കാനായിട്ട് ഒരു കമ്മീഷനെ നിയമിച്ചിട്ടുണ്ടായിരുന്നു.
ആ കമ്മീഷനെ നിയമിച്ചത് ആരാണ്? എഡ്വേർഡ് ഗേറ്റ് ആണ് കേട്ടോ. എഡ്വേർഡ് ഗേറ്റ് ആണ് ചമ്പാരൻ സത്യാഗ്രഹത്തെ കുറിച്ച് പഠിക്കാൻ അന്വേഷണ കമ്മീഷനെ നിയമിച്ചത്. ആ കമ്മീഷനിൽ ഗാന്ധിജി അംഗമായിരുന്നു കേട്ടോ. ഗാന്ധിജി അംഗമായിരുന്നു. അതേപോലെ ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ 100ാം വാർഷികം ആഘോഷിച്ചത് എപ്പോന്ന് ചോദിച്ചാൽ 1917 ആകുമ്പോൾ 100ാം വർഷം പറയുമ്പോൾ 2017. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ചമ്പാരൻ സത്യാഗ്രഹത്തെ കുറിച്ച് പഠിക്കുന്നത്. നമുക്ക് SSCRT എന്താ കൊടുത്തിരിക്കുന്നതും കൂടിയിട്ട് പഠിക്കാറുണ്ട്. അപ്പൊ 1917 ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ ബീഹാറിലേതാണ്. നീലം കർഷകരുടെ പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാനാണ് അല്ലെ, നീലം കർഷകരുടെ കഷ്ടപ്പാടുകളെ കുറിച്ചിട്ട് ഗാന്ധിജിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അവിടുത്തെ ഒരു പ്രാദേശിക നേതാവായിട്ടുണ്ടായിരുന്ന രാജകുമാർ ശുക്ല അതുപ്രകാരമാണ് 1916 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലക്നൗ സമ്മേളനത്തിൽ ബ്രിജ്ബാബു കിഷോർ പ്രസാദിനോട് ഒരു പ്രമേയം അവതരിപ്പിക്കാൻ ഗാന്ധിജി ആവശ്യപ്പെടുകയും ചെയ്തത്. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. തിങ്കതിയ സമ്പ്രദായം ചമ്പാരൻ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. തിങ്കതിയ സമ്പ്രദായം എന്ന് പറയുന്നത് അതായത് കർഷകർ സ്വന്തം ഭൂമിയുടെ 3 ഭാഗവും ഭൂ ഉടമകൾക്ക് വേണ്ടിയിട്ട് നീലം കൃഷി ചെയ്യേണ്ടി വരുന്ന നിർബന്ധിതമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഈ തിങ്കതിയ സമ്പ്രദായം എന്ന് പറയുന്നത്. ഈ ചമ്പാരൻ സത്യാഗ്രഹത്തെ കുറിച്ച് പഠിക്കാനായിട്ട് നിയമിച്ച അന്വേഷണ കമ്മീഷനെ നിയമിച്ചിട്ടുണ്ടായിരുന്നു. അന്വേഷണ കമ്മീഷനെ നിയമിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ എഡ്വേർഡ് ഗേറ്റ് എന്ന ഗവർണർ ജനറൽ ആയിരുന്നു. പിന്നെ പഠിക്കാനുള്ളത് അതിൽ ഗാന്ധിജി അംഗമായിരുന്നു കേട്ടോ. ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ 100ാം വാർഷികം ആഘോഷിച്ചത് 2017. ഇനി നമുക്ക് പഠിക്കേണ്ടത് അഹമ്മദാബാദ് മിൽ സമരമാണ് കേട്ടോ. അഹമ്മദാബാദ് മിൽ സമരം 1918 കേട്ടോ. അഹമ്മദാബാദ് മിൽ സമരം നടന്നത് 1918. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരം കേട്ടോ. 2 പോയിന്റും വൃത്തിക്ക് പഠിക്കണം കേട്ടോ. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ ചമ്പാരൻ സത്യാഗ്രഹം. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സമരം എന്ന് ചോദിച്ചാൽ അത് അഹമ്മദാബാദ് തുണിമിൽ സമരമാണ് കേട്ടോ. അഹമ്മദാബാദ് മിൽ സമരം അല്ലെ. അപ്പൊ അഹമ്മദാബാദ് മില്ലുടമകളും തൊഴിലാളികളും തമ്മിൽ നടന്ന സമരമാണ് ഇത് അഹമ്മദാബാദ് സമരം. അതായത് തുണിമിൽ തൊഴിലാളികളാണ് കേട്ടോ. അവിടെ നമ്മൾ ചമ്പാരനിൽ ഏതാ പറഞ്ഞ നീലം കർഷകരാണ് പറഞ്ഞത് അല്ലെ. ഇവിടെ ഏതാണ്? തുണിമിൽ സമരമാണ് കേട്ടോ. തുണിമില്ലാണ് കേട്ടോ. അപ്പൊ ഇവിടെയും എന്താണ്, ഇപ്പൊ നമ്മൾ ചമ്പാരൻ സത്യാഗ്രഹം പറഞ്ഞപ്പോ ചമ്പാരനിലെ നീലം കർഷകരൊക്കെ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ടൊക്കെ രാജകുമാർ ശുക്ലയാണ് അറിയിച്ചത് എങ്കിൽ ഈ അഹമ്മദാബാദിൽ നടക്കുന്ന ഈ തുണിമിൽ തൊഴിലാളികളുടെ പ്രശ്നം അറിയിച്ചത് ആരാണ്? അനസൂയ ബഹനാണ് കേട്ടോ. ആരാണ്? അനസൂയ ബഹൻ ആണ് എന്ത് ചെയ്യുന്നത്? അഹമ്മദാബാദ് തുണിമിൽ തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങള് ഗാന്ധിജിയെ അറിയിച്ചത് ആരാണ്? അനസൂയ ബഹനാണ്. മനസ്സിലായോ? അതേപോലെ ഈ തൊഴിലാളികൾക്കുണ്ടല്ലോ പ്ലേഗ് ബോണസ്, പ്രീവിയസ് ചോദ്യമാണ്. പ്ലേഗ് ബോണസ് എത്ര? 35% വേതന വർധനവ് ആവശ്യപ്പെട്ട് ഗാന്ധിജി നിരാഹാരം അനുഷ്ഠിച്ചത് അഹമ്മദാബാദ് മിൽ സമരത്തിലാണ് കേട്ടോ. അതായത് അഹമ്മദാബാദ് മിൽ സമരത്തിലാണ് തൊഴിലാളികൾക്ക് പ്ലേഗ് ബോണസുമായി ബന്ധപ്പെട്ട് 35% വേതന വർധനവ് ആവശ്യപ്പെട്ട് ഗാന്ധിജി നിരാഹാരം അനുഷ്ഠിച്ചത് അഹമ്മദാബാദ് തുണിമിൽ സമരത്തിലാണ് കേട്ടോ. അതേപോലെ ഈ സമരത്തില് ഗാന്ധിജി ആഹ്വാനം ചെയ്ത ചില വ്യവസ്ഥകൾ എന്തൊക്കെയാണ്? നിരാഹാര സമരമാണ് അല്ലെ. അപ്പൊ ഗാന്ധിജി കുറച്ച് വ്യവസ്ഥകൾ വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമരവുമായി ബന്ധപ്പെട്ടിട്ട് അക്രമം ഉണ്ടാക്കരുത്, അത് അദ്ദേഹത്തിന്റെ രീതിയാണ് അല്ലെ. അക്രമം ഉണ്ടാക്കരുത്, കരിങ്കാലികളെ ഉപദ്രവിക്കരുത്, ഒരിക്കലും ആയുധം ഉപയോഗിക്കരുത്. അപ്പൊ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞത്? ആയുധം ഉപയോഗിക്കരുത്, അക്രമം ഉണ്ടാക്കരുത്, പിന്നെയോ കരിങ്കാലികളെ ആക്രമിക്കരുത് കേട്ടോ. കരിങ്കാലികളെ ആക്രമിക്കരുത്. പിന്നെ വിജയം വരെ സമരത്തിൽ എന്ത് ചെയ്യണം? അടിയുറവ് വെക്കുകയും അതായത് നേരായ രീതിയിൽ എന്ത് ചെയ്യണം? ആഹാരത്തിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുകയും ചെയ്യണമെന്നാണ് അദ്ദേഹത്തിന്റെ ആഹ്വാനം കേട്ടോ. 21 ദിവസമാണ് ഈ സമരം നീണ്ടു നിന്നത്. പിന്നെ അവസാനം എന്ത് ചെയ്തു?
സമരത്തില് സന്ധി സംഭാഷണങ്ങളൊക്കെ നടക്കും അല്ലെ. ആ സന്ധി സംഭാഷണത്തിന് വേദിയായതും അനസൂയ ബഹന്റെ വീട്ടിൽ വെച്ചിട്ടാണ്. ഈ സമരത്തില് എന്ത് ചെയ്തത്, സന്ധി സംഭാഷണത്തിന് ഇടയാക്കിയ സ്ഥലം എവിടെയെന്ന് ചോദിച്ചാൽ അനസൂയ ബഹന്റെ വീട്ടിൽ വെച്ച് തന്നെയാണ് കേട്ടോ. അപ്പൊ അഹമ്മദാബാദ് മിൽ സമരത്തെ കുറിച്ച് പഠിക്കുമ്പോൾ 1918 ഗാന്ധിജിയുടെ ആദ്യത്തെ നിരാഹാര സമരമാണ്. തുണിമിൽ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടാണ്. എങ്ങനെയാണ് തുണിമിൽ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട്? പ്ലേഗ് ബോണസ് 35% വേതന വർധനവ് ഗാന്ധിജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് നിരാഹാര സമരം ആരംഭിക്കുന്നത്. ഈ അഹമ്മദാബാദ് തുണിമിൽ തൊഴിലാളികളുടെ പ്രശ്നങ്ങളെ കുറിച്ച് ഗാന്ധിജി അറിയിച്ചത് അനസൂയ ബഹനാണ്. ഈ നിരാഹാര സമരത്തിൽ ഗാന്ധിജിയുടെ വ്യവസ്ഥകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ആയുധം ഉപയോഗിക്കരുത്, അക്രമം ഉണ്ടാക്കരുത്, കരിങ്കാലിയെ ആക്രമിക്കരുത്. ഈ സമരം നീണ്ടുനിന്നത് 21 ദിവസമാണ്. ലാസ്റ്റ് സന്ധി സംഭാഷണത്തിന് ഇടയായത് അനസൂയ ബഹന്റെ വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് നോക്കാനുള്ളത് ഖേദ സത്യാഗ്രഹമാണ്. ഖേദ 1918 തന്നെയാണ് ഖേദ സത്യാഗ്രഹം. അപ്പൊ ചമ്പാരനും അഹമ്മദാബാദ് സമരം വൃത്തിയായിട്ട് പഠിച്ചിട്ടുണ്ടാകും വിചാരിക്കുന്നു. ഇനി ഖേദ നമുക്ക് 1918 നോക്കാം. ഖേദ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതും ആര് തന്നെയാണ്? ഗാന്ധിജി തന്നെയാണ് ഖേദ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. ഇനി ഇത് ഏതുമായി ബന്ധപ്പെട്ടിട്ടാണ്? ഇതെന്തുമായി ബന്ധപ്പെട്ടിട്ടാണ്? കാർഷിക നികുതിയുമായി ബന്ധപ്പെട്ടിട്ടാണ് കേട്ടോ. കാർഷിക നികുതിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഖേദ സത്യാഗ്രഹം നടത്തുന്നത്. അപ്പൊ ഫസ്റ്റ് ചമ്പാരൻ എന്താ? നീലം കർഷക ഉടമകൾക്ക് വേണ്ടിയിട്ട്. അഹമ്മദാബാദ് മിൽ സമരം തുണിമിൽ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട്. ഖേദ സത്യാഗ്രഹം കാർഷിക നികുതിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിലാണ് 1918 ഖേദ സത്യാഗ്രഹം നടക്കുന്നത്. ഈ ഖേദ സത്യാഗ്രഹത്തില് ഗാന്ധിജിയുടെ കൂടെ ഉണ്ടായിരുന്നവർ ആരൊക്കെയാ? ഖേദ സത്യാഗ്രഹത്തില് ഗാന്ധിജിയുടെ കൂടെ ഉണ്ടായവർ ആരൊക്കെയാണ്? സർദാർ വല്ലഭായി പട്ടേൽ. ആരാണ്? സർദാർ വല്ലഭായി പട്ടേലും ഇന്ദുലാൽ യാഗ്നിക്കുമാണ് കേട്ടോ. ഇന്ദുലാൽ യാഗ്നിക്കുമാണ് കൂടെ ഉണ്ടായിരുന്നത് കേട്ടോ. ഈ ഖേദ എന്ന് പറയുന്നത് ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്തിലാണ്. പ്രീവിയസ് ചോദ്യമാണ്. ഖേദ എന്ന് പറയുന്നത് ഗുജറാത്തിലാണ്. ചമ്പാരൻ എവിടെയാണ്? ബീഹാറിലാണ് കേട്ടോ. ഓക്കെ. അപ്പോ ഈ ഖേദ സത്യാഗ്രഹത്തെ കുറിച്ചിട്ട് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന് ശ്രദ്ധയോടുകൂടി കേട്ടുകൊണ്ടിരിക്കുക. ഗവൺമെന്റ് എന്ത് ചെയ്യണം? ഈ കർഷകരെ അടിച്ചമർത്തുന്ന നയം സ്വീകരിക്കുകയും അതേപോലെ തന്നെ ഈ ഉദ്യോഗസ്ഥർ കന്നുകാലികളെ കണ്ടുകെട്ടുക, പിഴ ഈടാക്കുന്നതിനുള്ള താക്കീത് നൽകുക, ഇതൊക്കെ ചെയ്യാണ് കേട്ടോ. അപ്പൊ അതേപോലെ ഗവൺമെന്റ് അധാർമികമായിട്ട് കൈവശപ്പെടുത്തിയ കൃഷിഭൂമിയിലെ ഉള്ളി വിളവെടുത്ത് നീക്കം ചെയ്യാൻ ഗാന്ധിജി ജനങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്തു. അതേപോലെ ഗാന്ധിജിയുടെ സഹന പ്രവർത്തനങ്ങളായിരുന്ന മോഹൻലാൽ പാണ്ഡെ, അതായത് ഗാന്ധിജിയുടെ കൂടെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ആരാണ്? മോഹൻലാൽ പാണ്ഡ്യ. ആരാണ്? മോഹൻലാൽ പാണ്ഡ്യയുടെ നേതൃത്വത്തിൽ വിളനിലങ്ങളിൽ നിന്ന് ഉള്ളി എന്ത് ചെയ്തു? നീക്കം ചെയ്യാൻ ആരംഭിക്കുകയും മോഹൻലാൽ പാണ്ഡ്യ അറസ്റ്റ് ചെയ്യപ്പെടുകയും ഈ സംഭവത്തിന് ശേഷം ഉള്ളിക്കള്ളൻ എന്ന പേരിൽ അറിയപ്പെടുകയും ആര് ചെയ്തു? ഈ മോഹൻലാൽ പാണ്ഡ്യ അറിയപ്പെടുകയും ചെയ്തു കേട്ടോ. അതായത് ഈ ഖേദ സത്യാഗ്രഹം തന്നെ ഈ ഗവൺമെന്റ് എന്ത് ചെയ്യാണ്? കർഷകരെ അടിച്ചമർത്തുകയാണ് അല്ലെ. അടിച്ചമർത്തുന്ന നയമാണ് അവർ സ്വീകരിക്കുന്നത്. അതുപോലെ ഉദ്യോഗസ്ഥരൊക്കെ കന്നുകാലികളൊക്കെ കണ്ടുകെട്ടിയിട്ട് പിഴ ഈടാക്കി ഓരോരോ താക്കീത് നൽകുകയാണ്. അതേപോലെ ഈ ഗവൺമെന്റ് എന്ത് ചെയ്തു? ഈ കൃഷിക്കാരുടെ കയ്യിലുള്ള ഭൂമികളൊക്കെ പിടിച്ചെടുത്തുകൊണ്ട് അവര് കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. ഉള്ളി കൃഷി അവിടെ ചെയ്തിരിക്കുകയാണ്. ആ ഉള്ളിയൊക്കെ നീക്കം ചെയ്യാൻ പെട്ടെന്ന് ഉള്ളിനെ അവിടെ നിന്ന് നീക്കം ചെയ്തോളണം. കാരണം എന്താ? ഗവൺമെന്റ് ഈ കർഷകരുടെ ഭൂമികളെല്ലാം പിടിച്ചടക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഗാന്ധിജിയുടെ കൂടെ ഉണ്ടായിരുന്ന മോഹൻലാൽ പാണ്ഡ്യയുടെ നേതൃത്വത്തില് എന്ത് ചെയ്യാണ്? ഉള്ളികളൊക്കെ പെട്ടെന്ന് നീക്കം ചെയ്യും. അവിടെ നിന്ന് കാരണം കർഷകർ കൃഷി ചെയ്തതല്ലേ, അവർക്ക് ഉള്ളി വിളവെടുക്കണ്ടേ. അപ്പൊ ഗാന്ധിജിയുടെ നേതൃത്വത്തില് മോഹൻലാൽ പാണ്ഡ്യയുടെ സഹപ്രവർത്തകനായിരുന്നു മോഹൻലാൽ പാണ്ഡ്യയോട് ഗാന്ധിജി വേഗം പറയുകയാണ് ആ ഉള്ളികളെയൊക്കെ പെട്ടെന്ന് കൃഷി ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് എടുക്കാൻ പറയാണ്. അപ്പോ എന്ത് ചെയ്യണ? അദ്ദേഹത്തിന്റെ നേതൃത്വത്തില് എല്ലാവരും കൂടി ചേർന്ന് വേഗം ആ ഉള്ളികളൊക്കെ കൃഷി ചെയ്ത ഉള്ളി കൃഷിനെയൊക്കെ ഇങ്ങോട്ടൊക്കെ മാറ്റുകയാണ്. പക്ഷെ ലാസ്റ്റ് കിട്ടിയ പേരെന്താ? ഉള്ളിക്കള്ളൻ. പക്ഷെ കള്ളനാണോ? അല്ല, അത് അവർ കൃഷി ചെയ്തത് തന്നെയാണ്. പക്ഷെ ഗവൺമെന്റിന്റെ അടിച്ചമർത്തൽ കാരണം കൊണ്ടാണ് അങ്ങനെ ഒരു ഇത് കിട്ടിയത് കേട്ടോ. അപ്പൊ ഇവിടെ ഖേദ സത്യാഗ്രഹം എന്താന്നുള്ളത് പഠിച്ചു അല്ലേ. ഇനി നമുക്ക് 1919 അല്ലെ, 17 കഴിഞ്ഞു, 18 കഴിഞ്ഞു. ഇനി നമുക്ക് 1919 to 1920 നടന്നിട്ടുള്ള ഏതാണ്? ഖിലാഫത്ത് പ്രസ്ഥാനത്തെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം.
ഖിലാഫത്ത് പ്രസ്ഥാനം അല്ലെ. എന്താ, ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം 1914 ടു 1918 ഒന്നാം ലോക മഹായുദ്ധം നടക്കുന്നത്. അതിനുശേഷം അല്ലെ ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവായിരുന്നു തുർക്കിയിലെ സുൽത്താന്റെ അധികാരങ്ങൾ ബ്രിട്ടൻ പരിമിതപ്പെടുത്തി പ്രതിഷേധിച്ച ഇന്ത്യൻ മുസ്ലിങ്ങൾ രൂപം നൽകിയ ഒരു സംഘടനയാണ് ഇത് ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് പറയുന്നത് കേട്ടോ. എന്താണ് ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഏതാണ് മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവായ തുർക്കിയിലെ മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവായ തുർക്കിയിലെ സുൽത്താന്റെ അധികാരങ്ങൾ ഇല്ലാതാക്കി ബ്രിട്ടൻ അല്ലേ. അത് അധികാരങ്ങളെയൊക്കെ പരിമിതപ്പെടുത്തി അതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ത്യൻ മുസ്ലിങ്ങൾ രൂപം നൽകിയ ഒരു സംഘടനയാണ് ഖിലാഫത്ത് സംഘടന പ്രസ്ഥാനം എന്ന് പറയുന്നത്. മനസ്സിലായോ? 1919 ഓൾ ഇന്ത്യ ഖിലാഫത്ത് കോൺഫറൻസിന് വേദിയായ സ്ഥലം ഡൽഹിയാണ് കേട്ടോ. 1919 ഓൾ ഇന്ത്യ ഖിലാഫത്ത് കോൺഫറൻസിന് വേദിയായത് ഡൽഹിയാണ്. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകർ ആരൊക്കെയാണ്? ഈ പറയുന്ന എല്ലാം ഞാൻ ഇത്ര നേരം എന്തൊക്കെ പറഞ്ഞിട്ടോ അതെല്ലാം പ്രീവിയസ് ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പോ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകർ ആരൊക്കെയാണ്? അലി സഹോദരന്മാര് അല്ലെ. മുഹമ്മദ് അലി, പിന്നെ ഷൗക്കത്ത് അലി, മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, പിന്നെ ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ്, ഹക്കീം അജ്മൽ ഖാൻ, ഹസ്രത്ത് മൊഹാനി ഇവരാണ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകർ എന്ന് പറയുന്നത്. എന്ത് ചെയ്തു? ഈ ഖിലാഫത്ത് പ്രസ്ഥാനത്തെ ആരാണ് പിന്തുണച്ചത്? കോൺഗ്രസ്സുകാര് പിന്തുണച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കോൺഗ്രസ്സുകാർ ഈ പ്രസ്ഥാനത്തെ പിന്തുണച്ചു. ഗാന്ധിജി ഇതിനെ നിസ്സഹകരണ പ്രസ്ഥാനവുമായിട്ട് യോജിപ്പിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഖിലാഫത്ത് പ്രസ്ഥാനത്തെ കോൺഗ്രസ് പ്രസ്ഥാനം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, പിന്തുണച്ചിട്ടുണ്ടായിരുന്നു. നിസ്സഹകരണ സമരത്തോട് കൂട്ടിയോജിപ്പിക്കുവാൻ ഗാന്ധിജിയും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഹിന്ദു മുസ്ലിം ഐക്യം ഊട്ടിയുറപ്പിക്കാനുള്ള ഒരു സുവർണ അവസരമായിട്ടാണ് ഗാന്ധിജി ഇതിനെ കണ്ടത് കേട്ടോ. അപ്പൊ നിസ്സഹകരണ സമരം പറയുമ്പോൾ ഹിന്ദു, ഖിലാഫത്ത് പ്രസ്ഥാനം പറയുമ്പോൾ മുസ്ലിം, അപ്പൊ രണ്ടും കൂടി ചേരുമ്പോൾ ഹിന്ദു മുസ്ലിം ഐക്യം കേട്ടോ. ഹിന്ദു മുസ്ലിം ഐക്യം ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഗാന്ധിജി എന്ത് ചെയ്തത്? നിസ്സഹകരണ പ്രസ്ഥാനത്തോട് കൂട്ടിയോജിപ്പിക്കാനായിട്ട് ആവശ്യപ്പെട്ടത്. ഓൾ ഇന്ത്യ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ് ആര്? പ്രീവിയസ് ചോദ്യമാണ്. ഓൾ ഇന്ത്യ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ് ആരാണ്? ആദ്യത്തെ പ്രസിഡന്റ് ഓൾ ഇന്ത്യ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ഗാന്ധിജിയാണ്. ആരാണ്? ഗാന്ധിജി ആണ് കേട്ടോ. ഇനി ഈ ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപം ഏതാണ്? ഖിലാഫത്ത് പ്രസ്ഥാനവുമായി കേരളത്തിൽ നടന്ന കലാപം മലബാർ കലാപമാണ് കേട്ടോ. മലബാർ കലാപം 1921 ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപം ഏതാണെന്ന് ചോദിച്ചാൽ അത് മലബാർ കലാപമാണ്. 1921 കേട്ടോ. ഗാന്ധിജി ആദ്യമായിട്ട് കേരളം സന്ദർശിക്കുന്നത് 1920 ഗാന്ധിജി ആദ്യമായിട്ട് കേരളം സന്ദർശിക്കുന്നത് ഏതുമായി ബന്ധപ്പെട്ട് എന്ന് ചോദിച്ചാൽ അത് ഖിലാഫത്ത് പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഖിലാഫത്ത് സമരവുമായിട്ട് പ്രസ്ഥാനവുമായിട്ട് പഠിക്കാനുള്ളത്. ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ 1919 ടു 1920 എന്താണ് ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് ചോദിച്ചാൽ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവായിരുന്ന തുർക്കിയിലെ സുൽത്താൻമാരുടെ ഭരണം എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ ഇല്ലാതാക്കി. അതിനെതിരെ കൊണ്ടുവന്നിട്ടുള്ള പ്രസ്ഥാനമാണ് ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് പറയുന്നത്. 1914 1918 ഒന്നാം ലോക മഹായുദ്ധം നടക്കുന്നത്. ഡൽഹിയിലാണ് ഓൾ ഇന്ത്യ ഖിലാഫത്ത് കോൺഫറൻസിന് ആദ്യമായിട്ട് വേദിയായത്. ഓൾ ഇന്ത്യ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് ഡൽഹിയിലാണ് എന്ത് ചെയ്തത്? വേദിയായത്. അതിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അത് ഫസലുൽ ഹക്കാണ് കേട്ടോ. ഫസലുൽ ഹക്കാണ് ആദ്യമായിട്ട് ഇതിന് നേതൃത്വം നൽകിയത്. ഈ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാക്കളാണ് മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, മൗലാന അബ്ദുൽ കലാം ആസാദ്, ഹക്കീം അജ്മൽ ഖാൻ, ഹസ്രത്ത് മൊഹാനി എന്നിവർ. ഓൾ ഇന്ത്യ ഖിലാഫത്ത് കമ്മിറ്റി ആദ്യത്തെ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ ഗാന്ധിജി. ഖിലാഫത്ത് സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപം ഏതെന്ന് ചോദിച്ചാൽ അത് മലബാർ കലാപമാണ്. 1920 ഗാന്ധിജി എന്ത് ചെയ്യുന്നത്? ആദ്യമായിട്ട് കേരളം സന്ദർശിക്കുന്നത്. അത് ഏതുമായി ബന്ധപ്പെട്ടെന്ന് ചോദിച്ചാൽ അത് ഖിലാഫത്ത് പ്രസ്ഥാനം. പിന്നീട് നടക്കുന്നത് തന്നെ 1919 റൗലറ്റ് ആക്ട് അല്ലെ. എന്താണ് റൗലറ്റ് ആക്ട് എന്ന് പറയുന്നത്? ബംഗാളിലെയും പഞ്ചാബിലെയും എവിടെയാണ്
ബംഗാൾ ആൻഡ് പഞ്ചാബ്. ബംഗാളിലെയും പഞ്ചാബിലെയും രാഷ്ട്രീയ വിപ്ലവ പ്രസ്ഥാനത്തെ കുറിച്ച് പഠിച്ച അന്വേഷണ കമ്മീഷന്റെ തലവനാണ് ഇത് ഈ റൗലറ്റ്, ജസ്റ്റിസ് റൗലറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ജസ്റ്റിസ് റൗലറ്റ് എന്ന് പറയുന്നത് ബംഗാളിലെയും പഞ്ചാബിലെയും രാഷ്ട്രീയ വിപ്ലവ പ്രസ്ഥാനത്തെ കുറിച്ച് പഠിച്ച അന്വേഷണ കമ്മീഷന്റെ തലവനാണ് ജസ്റ്റിസ് റൗലറ്റ് എന്ന് പറയുന്നത് കേട്ടോ. റൗലറ്റ് ആക്ട് പാസ്സാക്കിയത് എപ്പോഴാണ്? 1919 ഫെബ്രുവരി മാസമാണ് റൗലറ്റ് ആക്ട് പാസ്സാക്കിയത്. അത് 1919 മാർച്ച് മാസം 10-ാം തീയതിയാണ് നിലവിൽ വന്നത് കേട്ടോ. റൗലറ്റ് ആക്ട് നിലവിൽ വന്നത് 1919 മാർച്ച് മാസം 10-നാണ് നിലവിൽ വന്നത്. എന്താ ഈ റൗലറ്റ് നിയമം കൊണ്ട് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഏതൊരു പൗരനെയും എന്ത് ചെയ്യും? അറസ്റ്റ് ഒന്നും ചെയ്യില്ല. അറസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? വിചാരണയ്ക്കൊന്നും വെക്കില്ല. വിചാരണ കൂടാതെ എന്ത് ചെയ്യും? ജയിലിൽ അടയ്ക്കും. അറസ്റ്റ് ചെയ്യും, ഇന്ത്യക്കാരെ അറസ്റ്റ് ചെയ്യുക, വിചാരണയ്ക്ക് വെക്കില്ല, വേഗം കൊണ്ടുപോയിട്ട് ജയിലിലിടും. ഇതാണ് ഒരു രീതി. ഏത് സമയത്തും എവിടെയും പോയിട്ട് പരിശോധന നടത്തും. ഇന്ത്യയിൽ എവിടെയും എന്താണ്, ഏത് സമയത്ത് വേണമെങ്കിലും പോയിട്ട് പരിശോധന നടത്തുക, തടങ്കലിൽ വെക്കുക. ഇതിനൊക്കെ അധികാരം ഈ റൗലറ്റ് നിയമത്തിലൂടെ ലഭിച്ചു കേട്ടോ. ഈ റൗലറ്റ് നിയമത്തെ കരി നിയമം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? റൗലറ്റ് നിയമത്തെ കരി നിയമം എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് കേട്ടോ. ഗാന്ധിജിയാണ് കരി നിയമം എന്ന് വിശേഷിപ്പിച്ചത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമമാണ് ജാലിയൻ വാലാബാഗ് അല്ലെ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായത് ഏത് എന്ന് ചോദിച്ചാൽ അത് റൗലറ്റ് നിയമമാണ്. റൗലറ്റ് നിയമത്തെ പിന്തുണച്ചൊരു ഇന്ത്യക്കാരൻ ഉണ്ടായിരുന്നു. അത് ആരാ? റൗലറ്റ് നിയമത്തെ പിന്തുണച്ചത്, റൗലറ്റ് നിയമം ഇത്രയും ക്രൂരമായിരുന്നു, പക്ഷെ അതിന് പിന്തുണച്ച ഒരു ഇന്ത്യക്കാരൻ ഉണ്ടായിരുന്നു. അത് ആരായിരുന്നു? ചേറ്റൂർ സി ശങ്കരൻ നായർ അല്ലെ. ചേറ്റൂർ ശങ്കരൻ നായർ ആണ് എന്ത് ചെയ്തത്? ഈ റൗലറ്റ് ആക്ടിനെ പിന്തുണച്ചത് കേട്ടോ. അതേപോലെ പ്രീവിയസ് ചോദ്യമാണ്, ഗാന്ധിജിയുടെ ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള കാൽവെപ്പ് ഏതിലൂടെയാണ്? പ്രീവിയസ് ചോദ്യമാണ്, ഗാന്ധിജിയുടെ ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള കാൽവെപ്പ്. ഗാന്ധിജിയുടെ ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള കാൽവെപ്പാണ് റൗലറ്റ് ആക്ടിനെതിരെയുള്ള പ്രതിഷേധം കേട്ടോ. റൗലറ്റ് ആക്ടിനെതിരെയുള്ള പ്രതിഷേധമാണ് ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ കാൽവെപ്പ് എന്ന് പറയുന്നത് കേട്ടോ. അതേപോലെ ഈ റൗലറ്റ് ആക്ടിനെതിരെ ഒരു സത്യാഗ്രഹ സഭ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. സത്യാഗ്രഹ സഭ ആരംഭിച്ചത് എവിടെയാണെന്നറിയോ? അത് ബോംബെയിലാണ് കേട്ടോ. ബോംബെയിലാണ് ഒരു സത്യാഗ്രഹ സഭ ആരംഭിച്ചത്. ഈ റൗലറ്റ് ആക്ടിനെതിരെ ഒരു ഹർത്താലിന് ഗാന്ധിജി ആഹ്വാനം ചെയ്തിട്ടുണ്ടായിരുന്നു 1919 ഏപ്രിൽ മാസം 6-ാം തീയതി കേട്ടോ. ഇത്രയും കാര്യങ്ങള് റൗലറ്റ് ആക്ടിനെ കുറിച്ച് പഠിക്കാം. ബംഗാളിലും പഞ്ചാബിലെയും രാഷ്ട്രീയ ഇതിനെ കുറിച്ചിട്ട് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ, രാഷ്ട്രീയ വിപ്ലവ പ്രസ്ഥാനത്തെ കുറിച്ച് പഠിച്ച ഒരു അന്വേഷണ കമ്മീഷന്റെ തലവനായിരുന്നു ഈ ജസ്റ്റിസ് റൗലറ്റ് എന്ന് പറയുന്നത്. ഈ ജസ്റ്റിസ് റൗലറ്റിന്റെ ആയിരുന്നു നിയമങ്ങൾ പലതും കൊണ്ടുവന്നത്. 1919 ഫെബ്രുവരിയിലാണ് എന്ത് ചെയ്യുന്നത്? പാസ്സാക്കുന്നത്. പക്ഷെ മാർച്ച് 10-നാണ് എന്ത് ചെയ്യുന്നത്? ഇത് നിലവിൽ വരുന്നത്. ഈ റൗലറ്റ് ആക്ട് പ്രകാരം ഇന്ത്യക്കാരെ വിചാരണ കൂടാതെ അറസ്റ്റ് ചെയ്യുക, അതേപോലെ ഏത് സമയത്തും എവിടെയും പരിശോധന നടത്തുക, തടങ്കലിൽ വെക്കുക, ഇതിനുള്ള അധികാരമൊക്കെ ബ്രിട്ടീഷ് പോലീസുകാർക്ക് ലഭിച്ചു. റൗലറ്റ് നിയമത്തെ കരിനിയമം എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായത് റൗലറ്റ് നിയമമാണ്. എന്നാൽ റൗലറ്റ് നിയമത്തെ പിന്തുണച്ച മലയാളിയാണ് ചേറ്റൂർ ശങ്കരൻ നായർ. ഗാന്ധിജിയുടെ ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള കാൽവെപ്പാണ് റൗലറ്റ് ആക്ട്. ഈ റൗലറ്റ് നിയമത്തിനെതിരെ ഒരു സത്യാഗ്രഹ സഭ രൂപീകരിച്ചത് ബോംബെയിലാണ്. അതേപോലെ ഈ റൗലറ്റ് നിയമത്തിനെതിരെ ഒരു ഹർത്താലിന്, ദേശീയ ഹർത്താലിന് ഗാന്ധിജി ആഹ്വാനം ചെയ്തത് 1919 ഏപ്രിൽ മാസം 6-ാം തീയതിയാണ്. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എപ്പോഴാണ്? വർഷം 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നത്. ആ ദുരന്തം നടന്ന വർഷം 1919, മാസം വിത്ത് ഡേറ്റ് പഠിച്ചു വെക്കണം. ഏപ്രിൽ മാസം 13-ാം തീയതിയാണ് കേട്ടോ. ഏപ്രിൽ 13 ആണ്. ഇതിന് കാരണമായ നിയമം ഏതാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം
റൗലറ്റ് നിയമമാണ് കേട്ടോ. എവിടെയാണ് ഇത് നടന്നത്? പഞ്ചാബിലെ അമൃതസറിലാണ് കേട്ടോ. പഞ്ചാബിലെ എവിടെയാണ്? അമൃതസറിലാണ് ഈ കൂട്ടക്കൊല നടക്കുന്നത്. അതേപോലെ ഈ റൗലറ്റ് നിയമത്തിനെതിരെ ഹർത്താലിന് ആഹ്വാനം ചെയ്തു എന്ന് പറഞ്ഞു അല്ലെ. ഗാന്ധിജി ദേശീയ ഹർത്താലിന് ആഹ്വാനം ചെയ്തു. ആ റാലിക്ക് നേതൃത്വം നൽകിയത് ആരൊക്കെയാണ്? ഡോക്ടർ സത്യപാലും സൈഫുദ്ദീൻ കിച്ചലുമാണ്. ആരൊക്കെയാണ്? സത്യപാൽ ആൻഡ് സൈഫുദ്ദീൻ കിച്ചലു രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് ഗാന്ധിജി ആഹ്വാനം ചെയ്ത ദേശീയ ഹർത്താലിന് നേതൃത്വം നൽകിയത്. ഡോക്ടർ സത്യപാൽ ആൻഡ് സൈഫുദ്ദീൻ കിച്ചലു ആണ് കേട്ടോ. പക്ഷേ ഏപ്രിൽ മാസം 1919 ഏപ്രിൽ മാസം 10-ാം തീയതി ഇവരെ എന്ത് ചെയ്തു? അറസ്റ്റ് ചെയ്തു കേട്ടോ. ഏപ്രിൽ 10-ന് അറസ്റ്റ് ചെയ്തു. അതേപോലെ ഈ ഹർത്താൽ നടക്കണല്ലോ. ഈ ഹർത്താൽ നടക്കുന്ന സമയത്ത് അവരെ വെടിവെക്കാൻ അനുമതി നൽകിയത്, അവരെല്ലാം വെടിവെച്ച് വീഴ്ത്താൻ അനുമതി നൽകിയത് ആരാണ്? മൈക്കിൾ ഒ ഡയർ ആണ് കേട്ടോ. പ്രീവിയസ് ചോദ്യമാണ്. ജാലിയൻവാലാബാഗിൽ സമരക്കാർക്കെതിരെ വെടിവെക്കാൻ അനുമതി നൽകിയ പഞ്ചാബിലെ ഗവർണർ ആയിരുന്നു ആര്? മൈക്കിൾ ഒ ഡയർ എന്ന് പറയുന്നത് കേട്ടോ. ഇനി കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് വെടിവെക്കാൻ ഡയർ നേതൃത്വം കൊടുത്തു. എന്നാൽ കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയത് ആരാ? റെജിനാൾഡ് ഡയർ ആണ് കേട്ടോ. ജനറൽ റെജിനാൾഡ് ഡയർ. ഓക്കെ, രണ്ടും വേറിട്ട് പഠിക്കുക. രണ്ടും പ്രീവിയസ് ചോദ്യമാണ്. ജാലിയൻവാലാബാഗില് സമരക്കാർക്കെതിരെ വെടിവെക്കാൻ അനുമതി നൽകിയത് കേട്ടോ. വെടിവെക്കാൻ അനുമതി നൽകിയത് മൈക്കിൾ ഒ ഡയർ ആണെങ്കിൽ കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയത് റെജിനാൾഡ് ഡയർ ആണ്. മനസ്സിലായോ? പിന്നീടാണ് ഈ മൈക്കിൾ ഒ ഡയറിനെ നമ്മുടെ ഉദ്ധം സിംഗ് കേട്ടോ. ആരാണ്? ഉദ്ധം സിംഗ് 1940 മാർച്ച് മാസം 13-ാം തീയതി വെടിവെച്ച് കൊല്ലുകയാണ് കേട്ടോ. ഉദ്ധം സിംഗ് എന്ത് ചെയ്തു? വധിക്കുകയാണ് 1940 ഇപ്പോ മാർച്ച് 13-ന്. പക്ഷേ 1940 തന്നെ ജൂലൈ മാസം ആയപ്പോൾ ഉദ്ധം സിംഗിനെ തൂക്കിലേറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല നടക്കുന്ന സമയത്ത് ബ്രിട്ടീഷുകാരുടെ വൈസ്രോയി ആര് എന്ന് ചോദിച്ചാൽ അത് ആരാണ്? ചെംസ്ഫോർഡ് ആണ് കേട്ടോ. ചെംസ്ഫോർഡ് പ്രഭുവാണ്. കൂട്ടക്കൊല നടക്കുന്ന സമയത്ത് ആരാണ്? ചെംസ്ഫോർഡ് ആണ്. അതുപോലെ പ്രീവിയസ് ചോദ്യമാണ്. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയെ കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷ് സർക്കാർ നിയോഗിച്ച കമ്മിറ്റി ആരാണ്? ഹണ്ടർ കമ്മീഷൻ ആണ്. പ്രീവിയസ് ചോദ്യമാണ്. ഹണ്ടർ കമ്മീഷൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് സർക്കാർ നിയോഗിച്ചതാണ് കേട്ടോ. അതേപോലെ ഗാന്ധിജിയുടെ ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി പറഞ്ഞ ഒരു വാക്കാണ് പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് ഇന്ത്യയിൽ അടിത്തറ പാകി. ഇല്ലേ? പ്ലാസി യുദ്ധം എന്താ ചെയ്തത്? ബ്രിട്ടീഷ് ഭരണത്തിന് എന്ത് ചെയ്തു? അടിത്തറ അല്ലെ? അടിത്തറ നൽകി. പ്ലാസി യുദ്ധം എല്ലാം നഷ്ടത്തിലും തന്നെയാണ് അല്ലെ? എല്ലാം നല്ലതല്ല. അടിത്തറ നൽകി എങ്കിൽ ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല അതിനെ ഇളക്കി എന്നാണ് പറയുന്നത്. അത് ആരുടെ വാക്കാണ്? ഗാന്ധിജിയുടേതാണ്. പ്രീവിയസ് ചോദ്യമാണ് കേട്ടോ. അതേപോലെ ഈ ജാലിയൻവാലാബാഗ് ദുരന്തത്തെ ലജ്ജാവഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയെ ലജ്ജാവഹം എന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് ഡേവിഡ് കാമറൂൺ. ആരാണ്? ഡേവിഡ് കാമറൂൺ ട്ടോ. അതുപോലെ ഈ ലജ്ജാവഹം എന്ന് ഡേവിഡ് കാമറൂൺ പറഞ്ഞെങ്കിൽ ജാലിയൻവാലാബാഗ് ദുരന്തത്തെ രാക്ഷസീയമായ ഒരു നടപടി എന്ന് പറഞ്ഞത് വിൻസ്റ്റൺ ചർച്ചിലാണ് കേട്ടോ. വിൻസ്റ്റൺ ചർച്ചിലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് പറഞ്ഞ കാര്യങ്ങൾ, ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഒന്ന് നോക്കാം. 1919 ഏപ്രിൽ മാസം 13-നാണ് ജാലിയൻവാലാബാഗ് ദുരന്തം നടക്കുന്നത്. ഈ ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായത് റൗലറ്റ് നിയമമാണ്. അതായത് ഈ ജാലിയൻവാലാബാഗ് ദുരന്തം നടന്നത് എവിടെയാണ്? പഞ്ചാബിലെ അമൃതസറിലാണ്. ഈ ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ടിട്ടില്ല ഈ റൗലറ്റ് നിയമത്തിനെതിരെ ദേശീയ ഹർത്താലിനെ ഗാന്ധിജി ആഹ്വാനം ചെയ്തു. ആ ഹർത്താലിന് നേതൃത്വം നൽകിയ വ്യക്തികളാണ് ഡോക്ടർ സത്യപാലും സൈഫുദ്ദീൻ കിച്ചലുവും. പക്ഷെ ഏപ്രിൽ 10-ന് എന്ത് ചെയ്തു? വധിക്കപ്പെട്ടു അല്ലെ? അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സൈഫുദ്ദീൻ കിച്ചലു എന്നിവരെ അറസ്റ്റ് ചെയ്തു. പക്ഷെ ഇവരെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് നാശനഷ്ടങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇന്ത്യക്കാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് സ്ഥലങ്ങളൊക്കെ അടിച്ചു തകർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ സത്യാഗ്രഹത്തിനെതിരെ വെടിവെക്കാൻ നേതൃത്വം കൊടുത്തത്, ഓർഡർ ഇറക്കിയത് മൈക്കിൾ ഒ ഡയർ ആണ്.
എന്നാൽ ഇവരെ വെടിവെക്കാൻ ഓർഡർ ഇട്ടെങ്കിലും പക്ഷെ കൂട്ടക്കൊലയ്ക്ക് അവരെ എല്ലാം കൂട്ടക്കൊല ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഡർ ഇട്ടത് റെജിനാൾഡ് ഡയർ ആണ് കേട്ടോ. റെജിനാൾഡ് ഡയർ ആണ്. ഈ മൈക്കിളോ ഡയറിനെ ഉദ്ധം സിംഗ് 40 മാർച്ച് 13 വധിച്ചു. പക്ഷെ 40 ജൂലൈയിൽ ഉദ്ധം സിംഗിനെ തൂക്കിലേറ്റിയിട്ടുണ്ടായിരുന്നു. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല നടക്കുന്ന സമയത്ത് വൈസ്രോയി ആരാണെന്ന് ചോദിച്ചാൽ അത് ചെംസ്ഫോർഡ് ആണ്. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയെ കുറിച്ച് അന്വേഷണ കമ്മീഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഹണ്ടർ കമ്മീഷൻ ആണ്. ബ്രിട്ടീഷ് ഭരണം അല്ലെ, എങ്ങനെയാണ് പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് ഇന്ത്യയിൽ അടിത്തറ പാകിയെങ്കിൽ ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല അതിനെ ഇളക്കി എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ്. ജാലിയൻവാലാബാഗ് ദുരന്തത്തെ ലജ്ജാവഹം എന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് ഡേവിഡ് കാമറോൺ. പിന്നെ രാക്ഷസീയമായ ഒരു നടപടി എന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് വിൻസ്റ്റൺ ചർച്ചിൽ. പ്രീവിയസ് ചോദ്യം ഒന്ന് നോക്കണം. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയെ പ്രതീക്ഷിച്ച് കൈസർ ഇ ഹിന്ദ് പദവി തിരിച്ചു കൊടുത്തത്, തിരികെ നൽകിയത് ആരെ എന്ന് ചോദിച്ചാൽ അത് ഗാന്ധിജിയാണ്. എന്നാൽ സർ പദവി തിരിച്ചു നൽകിയത് ആരെ എന്ന് ചോദിച്ചാൽ രവീന്ദ്രനാഥ ടാഗോർ ആണ് കേട്ടോ. പഠിക്കണം, പ്രീവിയസ് ചോദ്യമാണ്. അതേപോലെ ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ചുകൊണ്ട് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്ന് രാജിവെച്ച മലയാളി ആരെ എന്ന് ചോദിച്ചാൽ ചേറ്റൂർ ശങ്കരൻ. 3 പ്രീവിയസ് ചോദ്യങ്ങളാണ് കേട്ടോ. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ചുകൊണ്ട് കൈസർ ഇ ഹിന്ദ് പദവി തിരിച്ചു നൽകിയത് ഗാന്ധിജി, സർ പദവി തിരിച്ചു നൽകിയത് ടാഗോർ. അതേപോലെ ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും രാജിവെച്ച മലയാളി ആരെ എന്ന് ചോദിച്ചാൽ സി ശങ്കരൻ നായർ. അത് കഴിഞ്ഞു 1920 ആയ സമയത്താണ് നിസ്സഹകരണ സമരം നടക്കുന്നത്. നിസ്സഹകരണ സമരം എന്താണ് ഈ നിസ്സഹകരണ സമരം എന്ന് പറയുന്നത്? 1920 ടു 1922 വരെയാണ് ഇത് നടക്കുന്നത് അല്ലെ. കൊൽക്കത്തയിൽ ചേർന്ന 1920 നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൊൽക്കത്ത സമ്മേളനം കേട്ടോ നടക്കുന്ന സമയത്ത് കൊൽക്കത്ത സമ്മേളനത്തിലാണ് നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രമേയം അവതരിപ്പിക്കുന്നത് കേട്ടോ. ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ഇതൊരു പ്രത്യേക സമ്മേളനം ആയിരുന്നു. 1920 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൊൽക്കത്ത സമ്മേളനം എന്ന് പറഞ്ഞത് ഒരു പ്രത്യേക സമ്മേളനമായിരുന്നു. അതിൽ വെച്ചിട്ടാണ് നിസ്സഹകരണ സമരത്തിന്റെ ഒരു പ്രമേയം ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത്. അതിന്റെ അധ്യക്ഷൻ, അപ്പോ കൊൽക്കത്ത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരെയെന്ന് ചോദിച്ചാൽ അത് ലാലാ ലജ്പത് റായ് ആയിരുന്നു. പ്രീവിയസ് ചോദ്യമാണ്, ലാലാ ലജ്പത് റായ് ആയിരുന്നു കേട്ടോ. ഇനി ഈ നിസ്സഹകരണ പ്രസ്ഥാനത്തെ അനുകൂലിച്ചുകൊണ്ട് ഒരു സമ്മേളനം നടന്നു അല്ലെ. അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? അത് 1920 നാഗ്പൂർ സമ്മേളനത്തിലാണ് ഈ നിസ്സഹകരണ പ്രസ്ഥാനത്തെ എന്ത് ചെയ്യുന്നത്? അംഗീകരിക്കുന്നത് കേട്ടോ. ആ സമ്മേളനത്തിൽ അധ്യക്ഷൻ ആരാ എന്ന് ചോദിച്ചാൽ അത് വിജയരാഘവ ആചാര്യ കേട്ടോ. വിജയരാഘവാചാര്യ കേട്ടോ. അപ്പൊ 1920 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രത്യേക കൊൽക്കത്ത സമ്മേളനത്തിലാണ് ആദ്യമായിട്ട് പ്രമേയം അവതരിപ്പിക്കുന്നത്. അതിന്റെ അധ്യക്ഷൻ ലാലാ ലജ്പത് റായ്. എന്നാൽ 1920 നാഗ്പൂർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നാഗ്പൂർ സമ്മേളനത്തിലായിരുന്നു ഇതിന്റെ പ്രമേയം അംഗീകരിക്കുന്നത്. ആ സമയത്ത് അതിന്റെ അധ്യക്ഷൻ വിജയരാഘവ ആചാര്യ ആയിരുന്നു കേട്ടോ. പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? നിസ്സഹകരണ സമരത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം സ്വരാജ് നേടുക. സ്വരാജ് നേടുക എന്നതായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. എങ്കിൽ നമുക്ക് SCRTയിൽ ഇതിനെക്കുറിച്ച് എന്തൊക്കെ കൂട്ടിയിട്ട് നമുക്ക് നോക്കാം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ നോക്കിക്കേ. ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തിന്റെ നേതാവായതോടുകൂടി കർഷകർ, തൊഴിലാളികൾ, സ്ത്രീകൾ, വിദ്യാർത്ഥികൾ തുടങ്ങി സമൂഹത്തിലെ വിവിധ സമൂഹങ്ങൾ സമരങ്ങളിൽ സജീവമായി. അതേപോലെ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളെ ഒന്നിച്ച് അണിനിരത്തിക്കൊണ്ട് മാത്രമേ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ നേരിടാൻ കഴിയുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം ഗാന്ധിജിക്ക് അറിയാമായിരുന്നു. എല്ലാവരെയും ഒരു കുടക്കീഴിൽ അണിനിരത്താനും അവരിൽ ഒരാളാകാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് 1915 പ്രീവിയസ് ചോദ്യമാണ്, ഇന്ത്യയിൽ തിരിച്ചെത്തിയ ഗാന്ധിജി ആദ്യം ശ്രദ്ധ പതിപ്പിച്ചത് പ്രാദേശിക സമരങ്ങളിലായിരുന്നു. 1917 ബീഹാറിലെ ചമ്പാരൻ ജില്ലയിലെ നീലം കർഷകരുടെ പ്രശ്നങ്ങളിൽ അദ്ദേഹം ഇടപെട്ടു. ഗാന്ധിജിയുടെ ഇടപെടലിനെ തുടർന്ന് കർഷകരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ അദ്ദേഹം കൂടി ഉൾപ്പെട്ട ഒരു കമ്മീഷനെ ബ്രിട്ടീഷ് ഭരണകൂടം നിയമിച്ചു. തൽഫലമായി കർഷകരുടെ പ്രശ്നങ്ങൾ കുറേയേറെ പരിഹരിക്കപ്പെട്ടു. 1918 ഗുജറാത്തിലെ അഹമ്മദാബാദിൽ തുണിമിൽ തൊഴിലാളികളുടെ സമരത്തിൽ ഗാന്ധിജി പങ്കാളിയായി. വേതന വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു സമരം. ഗാന്ധിജി ഉപവാസം ആരംഭിക്കുകയും തുടർന്ന് തൊഴിലാളികളുടെ വേതനത്തിൽ വർധനവ് ലഭിക്കുകയും ചെയ്തു. 1918 ഗുജറാത്തിലെ ഗേദിയിൽ കർഷകർക്ക് വേണ്ടി ഗാന്ധിജി സമരം നടത്തി. പ്രകൃതിക്ഷോഭം മൂലം കൃഷിനാശം ഉണ്ടായ ഗേദിയിൽ കർഷകർ
കർഷകർക്ക് നികുതി അടയ്ക്കാൻ കഴിഞ്ഞിരുന്നില്ല. നികുതി ഇളവ് ആവശ്യപ്പെട്ട കർഷകർ സമരം തുടങ്ങി. ഗാന്ധിജി ഗ്രാമങ്ങൾ തോറും സഞ്ചരിച്ച് കർഷകർക്ക് ആവേശം പകർന്നു. വൈകാതെ വിളനാശം നേരിട്ട കർഷകർക്ക് നികുതി ഇളവ് നൽകാൻ സർക്കാർ തയ്യാറായി. ഈ 3 സമരങ്ങളിലൂടെ ഗാന്ധിജി എന്ന പുതിയൊരു ദേശീയ നേതാവിന്റെ ഉദയത്തിന് ഇന്ത്യ സാക്ഷ്യം വഹിച്ചു. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടും അഹിംസയിൽ അധിഷ്ഠിതമായ സത്യാഗ്രഹ സമര രീതിയും ഈ സമരങ്ങളിലൂടെ ഭാരതീയർ തിരിച്ചറിഞ്ഞു. ഞാൻ ഇതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും പറയാത്തത് ഇത്ര നേരം നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. മനസ്സിലായോ? എന്നാൽ ഓരോ സത്യാഗ്രഹവും എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളത് പ്രത്യേകം പഠിക്കണം. 1917 ചമ്പാരൻ സത്യാഗ്രഹം നീലം കർഷകരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് നടത്തിയ സമരം. 18 ഗുജറാത്തിലെ അഹമ്മദാബാദ് സമരം തുണിമിൽ തൊഴിലാളികളുടെ വേതന വർധന. നമ്മൾ പറഞ്ഞില്ലേ പ്ലേഗ് ബോണസ് 35% വർധന ആവശ്യപ്പെട്ടുകൊണ്ടേന്ന്. 1918 ഗേദാ സത്യാഗ്രഹം നികുതി ഇളവ് ആവശ്യപ്പെട്ടുകൊണ്ട്. ഒന്നാം ലോക മഹായുദ്ധം ഇന്ത്യയിൽ സൃഷ്ടിച്ച സാമ്പത്തിക പ്രത്യേകത നമ്മൾ പറഞ്ഞതാണ്. യുദ്ധത്തിന്റെ പേരിൽ ജനങ്ങളുടെ മേൽ അധിക നികുതി ചുമത്തി സൈനികരുടെ ആവശ്യത്തിനായി വൻതോതിൽ ധാന്യങ്ങൾ കയറ്റുമതി ചെയ്ത് ഭക്ഷ്യക്ഷാമത്തിന് ഇടയാക്കി. അക്കാലത്തെ വിളനാശം പകർച്ചവ്യാധികളും സ്ഥിതികൾ കൂടുതൽ ദുരിതമാക്കി. നിരവധി പേർ ക്ഷാമം മൂലം മരണപ്പെട്ടു. ബ്രിട്ടീഷ് ഭരണകൂടം 1919 ഇന്ത്യയിൽ നടപ്പിലാക്കിയ റൗലറ്റ് നിയമത്തിലെ പ്രധാനപ്പെട്ട വകുപ്പുകൾ എന്തൊക്കെയാണ്? വാറന്റ് ഇല്ലാതെ ആരെയും അറസ്റ്റ് ചെയ്യാം, വിചാരണ കൂടാതെ ആരെയും ജയിലിലടയ്ക്കാം. അത് കഴിഞ്ഞിട്ടാണ് സത്യാഗ്രഹ സഭ രൂപീകരിക്കുന്നത്. എവിടെ സത്യാഗ്രഹ സഭ രൂപീകരിക്കുന്നത്? നമ്മൾ പറഞ്ഞത് ബോംബെയിൽ അല്ലെ. പൗരാവകാശങ്ങളെ തടയുന്ന റൗലറ്റ് നിയമത്തിനെതിരെ 1919 ഏപ്രിൽ 6 ഗാന്ധിജി ഒരു ദേശീയ ഹർത്താലിനെ ആഹ്വാനം ചെയ്തു. ഇതിന്റെ പ്രചരണത്തിന് വേണ്ടിയിട്ട് സത്യാഗ്രഹ സഭ രൂപീകരിക്കുകയുണ്ടായി. ഹർത്താലിൽ ഏറ്റവും വലിയ ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു. ഏറ്റവും വിസ്മയാവഹമായ കാഴ്ച എന്നാണ് ദേശീയ ഹർത്താലിനെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് കേട്ടോ. ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിക്കാനുള്ള സാഹചര്യം എന്താ? ഒന്നാം ലോക മഹായുദ്ധത്തിലെ വിജയികൾ പരാജയപ്പെട്ട തുർക്കിയുമായി സെപ്രസ് ഉടമ്പടി ഒപ്പുവെച്ചു. പഠിച്ചോളം സെപ്രസ് ഉടമ്പടി. ഇതുപ്രകാരം തുർക്കി ഭരണാധികാരിയും ഇസ്ലാമിക ലോകത്തിന്റെ ആത്മീയ നേതാവുമായി കണക്കാക്കിയിരുന്ന ഖലീഫയുടെ പല അധികാരങ്ങളും ഇല്ലാതായി. ഖലീഫയുടെ അധികാരങ്ങൾ പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ചത്. അത് കഴിഞ്ഞു നിസ്സഹന സമരം. ബ്രിട്ടീഷ് ഭരണകൂടം എന്താണ് നിസ്സഹന സമരത്തിന്റെ രീതി? നിസ്സഹരിക്കുകയാണ്. ബ്രിട്ടീഷ് ഭരണകൂടം നൽകിയ പദവികൾ തിരിച്ചു നൽകുക, സർക്കാർ ഉദ്യോഗങ്ങൾ രാജിവെക്കുക, അഭിഭാഷകർ കോടതികൾ ബഹിഷ്കരിക്കുക, വിദ്യാർത്ഥികൾ ബ്രിട്ടീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുക, വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക, നിയമനിർമ്മാണ സഭകൾ ബഹിഷ്കരിക്കുക. ഇതെല്ലാമാണ് നിസ്സഹകരണ സമരത്തിലൂടെ ഗാന്ധിജി ആഹ്വാനം ചെയ്തത്. ഇതെല്ലാം പഠിച്ചോളണം. സ്റ്റേറ്റ്മെന്റിൽ ഇവയെല്ലാം കയറി വരും കേട്ടോ. വന്നിട്ടുണ്ട്. നിസ്സഹകരണ സമരത്തിന്റെ സ്ത്രീകൾ വഹിച്ച പങ്ക്. നിസ്സഹകരണ സമരത്തിന്റെ ഭാഗമായി വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണം, വിദേശ തുണിത്തരങ്ങൾ ശേഖരിച്ച് കത്തിക്കൽ തുടങ്ങിയവ സമര രീതികളിൽ സ്ത്രീകൾ പങ്കാളികളായി. ഇനി തൊഴിലാളികൾ എന്താ ചെയ്ത? ബംഗാൾ നിസ്സഹകരണ സമരത്തോട് തൊഴിലാളികളുടെ പ്രതികരണം സജീവമായിരുന്നു. മദ്രാസിലെ ബക്കിംഗ്ഹാം കർണാട്ടിക് തുണിമിൽ തൊഴിലാളികൾ, അസമിലെ തോട്ടം തൊഴിലാളികൾ, അസം റെയിൽവേ തൊഴിലാളികൾ തുടങ്ങിയവർ പണിമുടക്ക് സമരത്തോട് സഹകരിച്ചു. ഇനി വിദ്യാർത്ഥികൾ എന്താ ചെയ്ത്? ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ സർക്കാർ സ്കൂളുകളും കോളേജുകളും ബഹിഷ്കരിച്ചു. അതായത് ബ്രിട്ടീഷ് സർക്കാരിന്റെ കോളേജുകളും സ്കൂളുകളും. അവർ ദേശീയ വിദ്യാലയങ്ങളിൽ ചേർന്ന് പഠനം തുടർന്നു. ബനാറസിലെ കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, അലിഗഡിലെ ജാമിയ മിലിയ ഇസ്ലാമിയ എന്നിവ ഇക്കാലത്ത് ആരംഭിച്ച ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആണ്. സമരക്കാരുടെ നിയന്ത്രണത്തിലായിരുന്ന മലബാർ സ്പെഷ്യൽ പോലീസ്, അസം റൈഫിൾസ് എന്നീ സൈനിക വിഭാഗങ്ങളെ ഉപയോഗിച്ചിട്ടാണ് സമരം അടിച്ചമർത്തിയത്. അല്ലൂരി സീതാരാമരാജു സമരത്തിനിടയിൽ കൊല്ലപ്പെടുകയുണ്ടായി. അപ്പൊ നിസ്സഹകരണ സമരത്തിന്റെ ഭാഗമായിട്ട് എന്താണ് അല്ലൂരി സീതാരാമരാജു കേട്ടോ. മലബാർ സ്പെഷ്യൽ പോലീസിന്റെയും അസം റൈഫിൾസ് എന്ന സൈനിക വിഭാഗങ്ങളെ ഉപയോഗിച്ചിട്ടാണ് സമരം അടിച്ചമർത്തിയത്. അതിൽ അല്ലൂരി സീതാരാമരാജു സമരത്തിൽ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ SCRT പഠിച്ചു. നമ്മൾ എന്തൊക്കെ പഠിച്ചത്? ചമ്പാരൻ സത്യാഗ്രഹം, അഹമ്മദാബാദ് തുണിമിൽ സമരം, ഗേദാ സത്യാഗ്രഹം പഠിച്ചു, റൗലറ്റ് നിയമം പഠിച്ചു, അതേപോലെ ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല പഠിച്ചു. പിന്നെ ഏതാ പഠിച്ചത്? നിസ്സഹകരണ സമരം പഠിച്ചു കേട്ടോ. കുറെ ടോപ്പിക്കുകൾ നമ്മൾ ഒറ്റ ക്ലാസ്സിൽ തന്നെ ഹോട്ട് ടോപ്പിക്സ് എന്ന പോലെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യാം. വലിയേറെ കമന്റുകളൊക്കെ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ക്ലാസ്. താങ്ക് യു.